ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സോയ ചങ്ക്സ് മസാല ഫ്രൈ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 100 ഗ്രാം ചെറിയ സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നല്ല ചൂടുവെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ആ സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതൊന്ന് തിളച്ച് വരുവോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരേ ഒരു തിളച്ച് വരുമ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മളൊന്ന് അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. സോയ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് 2 മീഡിയം സൈസ് സവോളയും ഒരു വലിയ പഴുത്ത തക്കാളി, 2 പച്ചമുളക്, ഇതാണ് വേണ്ടത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചതും. സോയ എല്ലാം നമ്മൾ പിഴിഞ്ഞ് നല്ല വൃത്തിയായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അല്പം ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ട് നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്ത സവോളയും 2ആയി കീറിയ പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഏകദേശം ഒരു 1-1.5 മിനിറ്റ് നമ്മളതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചതച്ചതും കൂടി ചേർക്കുക. എന്നതിന് ശേഷം 1 മിനിറ്റ് കൂടി അതൊന്ന് വഴറ്റുക. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് സോയ ചങ്ക്സ് കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല രുചിയായിരിക്കും, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ. ഈ സമയത്ത് നമ്മൾ തക്കാളി കൂടി ചേർത്തു. തക്കാളി ചേർത്ത് വീണ്ടും ഒരു 1 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ തക്കാളി സവാളയൊക്കെ ശരിക്കും അതേപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി അതെല്ലാം ഒന്ന് അതിൻ്റെ സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം നടുഭാഗത്തായിട്ട് ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂണ് ഗരം മസാലയും പിന്നെ ഒരു 1/2 സ്പൂൺ അളവിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഒരു 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് നല്ലതുപോലെ പച്ചമണം മാറുവോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ മസാലയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ കുറേശ്ശെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കണം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇപ്പോൾ ഏകദേശം ഒരു 2-3 സ്പൂൺ വെള്ളം മാത്രം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾക്ക് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. സോയ ചങ്ക്സ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്താൽ മാത്രമേ മസാലയൊക്കെ ചേർന്ന് പിടിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി നമ്മൾ അതിലേക്ക് അല്പം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവെല്ലാം ബാലൻസ് ചെയ്യാൻ നല്ല രുചി ഉണ്ടാവും. ഒരു 1.25 സ്പൂൺ മാത്രം തൈര് ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് അല്പം ഫ്ലെയിം കുറച്ചതിന് ശേഷം നമ്മളൊരു 4 മിനിറ്റോളം അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ മസാലയൊക്കെ ചേർന്ന് പിടിച്ച് നല്ല രുചിയായിരിക്കും. 4 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും അല്പം എണ്ണയെല്ലാം തെളിഞ്ഞ് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മസാല ഫ്രൈ തന്നെയാണ്. എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ സോയ തന്നെ എടുത്താലും നല്ല രുചിയായിരിക്കും. വലിയ സോയ എടുക്കാം. ഇനി അതിലേക്ക് അല്പം കൂടി ഉപ്പ് വേണ്ടി വന്നു. ഒരല്പം ഞാൻ അതേപോലെ വിതറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തു. ഇനി നമ്മൾക്ക് വേണ്ടത് അതിലേക്ക് ഒരല്പം മല്ലിയില അതുകൂടി കട്ട് ചെയ്ത് ചേർത്തു. അപ്പോൾ നമ്മുടെ സൂപ്പർ സോയ ചങ്ക്സ് മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി അടച്ചു വയ്ക്കുകയാണ്. ഇനി ഞാനത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം. അപ്പോൾ സോയ ചങ്ക്സ് ചെറുത് കിട്ടിയാൽ ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നിപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ സൂപ്പറായില്ലേ? വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.